السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാനരായ സഹോദരിമാരെ, പരിശുദ്ധ ഖുർആനിലെ 170 പേജാണ് ഇന്ന് നമുക്ക് റൈഹാൻ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. അല്ലാഹു തആല നമ്മുടെ സംഗമം സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യട്ടെ. നമ്മൾ ദുആ ചെയ്യാൻ കടപ്പെട്ട എല്ലാ ആളുകൾക്കും, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, നമ്മളെ വളർത്തി വലുതാക്കിയ ആളുകൾ, നമുക്ക് ഭക്ഷണം തന്നവർ, നമ്മൾ സ്നേഹിച്ചവർ, ഈ ക്ലാസ് എടുക്കാൻ നമ്മൾ റെഫർ ചെയ്യുന്ന മഹാന്മാരായ മുഫസ്സിരീങ്ങൾ, പണ്ഡിതന്മാർ, ഈ ക്ലാസ് കേൾക്കുന്നവർ, പഠിക്കുന്നവർ, പിന്നീട് റെഫർ ചെയ്യുന്നവർ, എല്ലാവർക്കും അല്ലാഹു തആല രണ്ട് ലോകത്തും ഖൈർ പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. 170 പേജിന്റെ പാരായണമാണ് നമ്മൾ ആദ്യം നിർവഹിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. واكتب لنا في هذه الدنيا حسنة وفي الآخرة إنا هدنا إليك قال عذابي أصيب به من أشاء ورحمتي وسعت كل شيء فسأكتبها للذين يتقون ويؤتون الزكاة والذين هم بآياتنا يؤمنون الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل يأمرهم بالمعروف وينهاهم عن المنكر ويحللهم الطيبات ويحرم عليهم الخبائث ويضع عنهم إصرهم والأغلال التي كانت عليهم فالذين آمنوا به وعزروه ونصروه واتبعوا النور الذي أنزل معه أولئك هم المفلحون قل يا أيها الناس إني رسول الله إليكم جميعا الذي له ملك السماوات والأرض لا إله إلا هو يحيي ويميت فآمنوا بالله ورسوله النبي الأمي الذي يؤمن بالله وكلماته واتبعوه لعلكم تهتدون ومن قوم موسى أمة يهدون بالحق وبه يعدلون صدق الله العلي العظيم. പരിശുദ്ധ ഖുർആനിലെ 7-ാം അധ്യായം സൂറത്തുൽ അഅറാഫിലെ 156 മുതൽ 159 വരെയുള്ള 4 ആയത്തുകളാണ് നമ്മൾ ഓതിവെച്ചത്. പരിശുദ്ധ ഖുർആനിലെ 9-ാമത്തെ ജുസിൽ 170-ാമത്തെ പേജ്. നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ബനൂ ഇസ്രായേലുകാർ പശുക്കുട്ടിയെ ആരാധിച്ച വിഷയത്തിൽ അള്ളാഹുവിനോട് മാപ്പപേക്ഷിക്കാനായി ഇസ്രായേലിലെ തന്നെ പ്രമുഖരായ 70 പേരോടൊപ്പം, തെരഞ്ഞെടുത്ത 70 പേരോടൊപ്പം മൂസാ നബി അലൈഹിസ്സലാം സീനാ മലയിലേക്ക് പോയ കാര്യമാണ് കഴിഞ്ഞ പേജിൽ അവസാനമായി നമ്മൾ പറഞ്ഞത്. അള്ളാഹു മൂസാ നബിയുമായി സംസാരിച്ചപ്പോ ഇവര് പറഞ്ഞത്രേ, നിങ്ങളുമായി അള്ളാഹു തആല സംസാരിച്ചതല്ലേ, അതുകൊണ്ട് ഞങ്ങൾക്ക് അള്ളാഹുവിനെ നേരിട്ട് പ്രത്യക്ഷത്തിൽ തന്നെ ഒന്ന് കാണണം, അല്ലാതെ ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കുകയില്ല. ഇങ്ങനെയാണോ ധിക്കാരപൂർവ്വം പ്രതികരിച്ചത്? ആ ഖൗമിലെ ഉന്നതരായ, ശ്രേഷ്ഠരായ, പ്രത്യേകം തെരഞ്ഞെടുത്ത 70 ആളുകളാണ് ഈ രൂപത്തിലുള്ള ധിക്കാരവും അഹങ്കാരവും കാണിക്കുന്നത്. അതിന് ബാക്കിയുള്ള ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും? സാധാരണക്കാരായ ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും? അങ്ങനെ ഒരു ചോദ്യം ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായപ്പോ അതിഭയങ്കരമായൊരു ഇടിവെട്ടുകയും ഭൂമി കുലുങ്ങുകയും പ്രകമ്പനം ഉണ്ടാവുകയും എല്ലാവരും മരണപ്പെടുകയും ചെയ്തു. മൂസാ നബി അലൈഹി സ്വലാം ജീവിപ്പിച്ച് ദുആ ചെയ്തപ്പോ അള്ളാഹു അവരെ രണ്ടാമത് ജീവിപ്പിക്കുകയാണ് ചെയ്തത്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് ചെയ്ത ദുആ തുടരുകയാണ് ഇനി അടുത്ത ആയത്തിൽ. ആ ദുആക്ക് അള്ളാഹു തആല നൽകിയ ഉത്തരവും കൂടെ പറയുന്നുണ്ട്. എന്താണ് അള്ളാഹു തആല മറുപടിയായി പറയുന്നത്? ശിക്ഷ എല്ലാവർക്കും ബാധിക്കണമെന്നില്ല. അത് ആർക്ക്, എപ്പോ, എങ്ങനെ വേണമെന്നതിനൊക്കെ നിശ്ചിതമായ വ്യവസ്ഥയുണ്ട്.
അതനുസരിച്ച് അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവൻ നൽകും. അതേസമയം എന്റെ കാരുണ്യം, എന്റെ റഹ്മത്ത് അത് എല്ലാവർക്കും എല്ലാ വസ്തുവിനും ലഭിക്കുന്നതാണ്. അത് അതിവിശാലവുമാണ്. പക്ഷേ പരലോകത്ത് അത് എല്ലാവർക്കും ലഭിക്കുകയില്ല. എന്റെ റഹ്മത്ത് പരലോകത്ത് എല്ലാവർക്കും ലഭിക്കുകയില്ല. അവിടെ അത് ലഭിക്കുന്ന ആളുകൾ ഇവിടെ ഇഹലോകത്ത് അള്ളാഹുവിന്റെ വിധിവിലക്കനുസരിച്ച് ജീവിച്ചവർക്ക് മാത്രമാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്യുന്നവരും അള്ളാഹുവിന്റെ ആയാത്തുകളിൽ ദൃഷ്ടാന്തങ്ങളിൽ ശരിക്ക് വിശ്വസിക്കുന്നവരുമായ ആളുകൾക്ക് കാരുണ്യം നൽകാൻ അള്ളാഹു പ്രത്യേകം തീരുമാനിച്ചിട്ടുണ്ട് എന്നും മൂസാ നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു തആല പറയുന്നുണ്ട്. ഈ പ്രത്യേക കാരുണ്യത്തിന് അർഹരാകുന്നവർ ആരൊക്കെയാണ് എന്ന് തുടർന്ന് പറയുകയും ചെയ്യുന്നു. നമുക്ക് ആയത്തിലേക്ക് കടക്കാം. 156-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വക്തുബ് ലനാ ഫീ ഹാദിഹി ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഇന്നാ ഹുദ്നാ ഇലൈക് ഖാല അദാബി യുസീബു ബിഹി മൻ അശാഅ വറഹ്മതി വസിഅത് കുല്ല ശൈഇ فسأكتبها للذين يتقون ويؤتون الزكاة والذين هم بآياتنا يؤمنون صدق الله العلي العظيم. മൂസാ നബി അലൈഹി സ്വലാം ദുആ ചെയ്യുകയാണ്, വക്തുബ് ലനാ, അല്ലാഹുവേ ഞങ്ങൾക്ക് രേഖപ്പെടുത്തണമേ, ഫീ ഹാദിഹി ദുനിയാ ഹസനതൻ, ഈ ലോകത്ത് ഹസനത്ത് നന്മ രേഖപ്പെടുത്തണമേ, വഫിൽ ആഖിറതി, പരലോകത്തും, ദുനിയാവിലും ആഖിറത്തിലും ഇഹലോകത്തും പരലോകത്തും നീ ഞങ്ങൾക്ക് നന്മ രേഖപ്പെടുത്തണമേ. ഇന്നാ ഹുദ്നാ ഇലൈക്, നിശ്ചയമായും ഞങ്ങളിതാ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. ഹുദ്നാ, ഞങ്ങളിതാ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അപ്പൊ അല്ലാഹു തആല മറുപടി എന്താണ്? ഖാല, അല്ലാഹു മറുപടി പറഞ്ഞു, അദാബി ഉസീബു ബിഹി മൻ അശാഅ, അദാബി എന്റെ ശിക്ഷ, ഉസീബു ബിഹി അത് ബാധിക്കുന്നു, മൻ അശാഅ ഞാൻ ഉദ്ദേശിക്കുന്നവരെയാണ് എന്റെ ശിക്ഷ ബാധിക്കുക. അതേസമയം ഇപ്പൊ ഇവരെ നിങ്ങളുടെ ഉദ്ദേശം ഉണ്ടാകുന്ന ശിക്ഷ ബാധിച്ചു, നിങ്ങൾ ദുആ ചെയ്തുകൊണ്ട് രണ്ടാമത് അവരെ പുനർജീവിപ്പിച്ചു. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്ന ആളുകളെ എന്റെ ശിക്ഷ ബാധിക്കും. അതേസമയം റഹ്മതി വസിഅത് കുല്ല ശൈഇ, എന്റെ റഹ്മത്തുണ്ടല്ലോ, എന്റെ കാരുണ്യം അത് വസിഅത് കുല്ല ശൈഇൻ, എല്ലാ സർവ വസ്തുക്കളെയും ഉൾക്കൊണ്ടിരിക്കുന്നു. സർവ വസ്തുക്കൾക്കും അത് പ്രവിശാലമത്രേ എന്റെ റഹ്മത്ത്. റഹ്മത്തി, എന്റെ കാരുണ്യം, വസിഅത് പ്രവിശാലമായിരിക്കുന്നു, കുല്ല ശൈഇൻ, എല്ലാ വസ്തുക്കൾക്കും എന്ന് പറഞ്ഞാൽ എല്ലാ വസ്തുക്കളും ഉൾക്കൊണ്ടിരിക്കുന്നു. ദുനിയാവില് അല്ലാഹു അംഗീകരിച്ചാലും അംഗീകരിക്കാത്തവർക്കും എല്ലാവർക്കും റബ്ബിന്റെ റഹ്മത്ത് കിട്ടും. അതേസമയം ഫസഅക്തുബുഹാ ലില്ലദീന യത്തഖൂന വയുഅ്തൂന അസ്സകാത വല്ലദീന ഹും ബിആയാതിനാ യുഅ്മിനൂൻ. ഫസഅക്തുബുഹാ, ഞാനത് രേഖപ്പെടുത്തും, വഴിയെ ഞാനത് രേഖപ്പെടുത്തും. ഹാ എന്ന് പറഞ്ഞാൽ റഹ്മത്ത്. ഫസഅക്തുബുഹാ, ഞാൻ അത് എന്ന് പറഞ്ഞാൽ റഹ്മത്ത് രേഖപ്പെടുത്തും വഴിയെ. ആർക്ക്? ലില്ലദീന യത്തഖൂന, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾക്ക്, വയുഅ്തൂന അസ്സകാത, സകാത്ത് കൊടുക്കുന്ന ആളുകൾക്ക്, വല്ലദീന ഹും ബിആയാതിനാ യുഅ്മിനൂൻ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവർക്ക് വഴിയെ ഞാൻ റഹ്മത്ത് രേഖപ്പെടുത്തുന്നതാണ്. ആ ആളുകൾക്ക് അവർക്ക് റഹ്മത്ത് കൊടുക്കാൻ പ്രത്യേകം അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ട്. മുത്തഖീങ്ങളായ ആളുകൾക്ക്, അള്ളാഹു പറഞ്ഞതനുസരിച്ച് ജീവിച്ച ആൾക്ക് കൂടുതൽ കാരുണ്യം നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നർത്ഥം. റഹ്മത്തി വസിഅത് കുല്ല ശൈഇ, അള്ളാഹുവിന്റെ കാരുണ്യം അവന്റെ കോപത്തെ കവച്ചു വെക്കുന്നതാണ്. അങ്ങനെ ഹദീസിലുണ്ട്. അള്ളാഹുവിന്റെ റഹ്മത്ത് 100-ൽ 1 ഭാഗം മാത്രമാണ് ഈ ഭൂമിയിൽ അവതരിപ്പിച്ചത്. ആ റഹ്മത്ത് ഉപയോഗിച്ചിട്ടാണ് മനുഷ്യരും ജന്തുജാലങ്ങളും കാട്ടുമൃഗങ്ങൾ പോലും അവരുടെ കുഞ്ഞുങ്ങളോടൊക്കെ ദയ കാണിക്കുന്നത്. ഈ ഭൂമുഖത്തുള്ള കരുണ ആ 100-ന്റെ 1 ഭാഗം ഉപയോഗിച്ചുകൊണ്ടാണ്. ഇനി ആ റഹ്മത്തിന്റെ ബാക്കിയുള്ള 99 ഭാഗമോ അത് അല്ലാഹു തആല പരലോകത്തേക്ക് നീക്കി വെച്ചിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയം ഹദീസിൽ പറയുന്നുണ്ട്. അപ്പോ എന്തുമാത്രം കാരുണ്യമായിരിക്കും അവിടെ നമുക്ക് ലഭിക്കാൻ പോകുക മുഅ്മിനീങ്ങൾക്ക്, അല്ലേ? ഒരൊറ്റ അംശത്തിൽ നിന്ന് തന്നെ ഈ ദുനിയാവും ഇതിലുള്ള സകല ആളുകളും ആ റഹ്മത്ത് വിരിച്ചെടുക്കുന്നുണ്ടെങ്കിൽ, അത് ഉപയോഗപ്പെടുത്തുന്നുണ്ടെങ്കിൽ, മുഅ്മിനീങ്ങൾക്ക് മാത്രം ആഖിറത്തിൽ ലഭിക്കുന്ന 99 മാഷാ അല്ലാഹ് അങ്ങനെ എത്ര വലുതായിരിക്കും. അല്ലാഹു നമുക്ക് റഹ്മത്ത് നൽകട്ടെ. ആമീൻ. തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.
ഇവിടെ അള്ളാഹുവിന്റെ അദാബിനെ കുറിച്ച്, അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് പറയാൻ സ്വീകരിച്ച ശൈലി സവിശേഷമാണ്. എന്താ? ഖാല അദാബി ഉസീബു ബിഹി മൻ അശാഅ വറഹ്മതി വസിഅത് കുല്ല ശൈ. എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവരെ ബാധിക്കുന്നു എന്ന് പറഞ്ഞപ്പോ വർത്തമാനകാല ക്രിയയാണ് ഉപയോഗിച്ചത്. വർത്തമാനകാലം ഇപ്പോ ബാധിക്കുന്നു, അല്ലേ? അല്ലെങ്കിൽ ബാധിക്കും ആട്ടെ. അനുഗ്രഹത്തിന്റെ കാര്യം പറയുമ്പോഴോ അവിടെ വേറെ ശൈലിയെ സ്വീകരിച്ചത്. എന്റെ അനുഗ്രഹം സമസ്ത വസ്തുക്കളെയും ഉൾക്കൊണ്ടിരിക്കുന്നു. വസിഅത്, അത് ഭൂതകാലക്രിയയാണ്, ഫെയിൽ മാവിയാണ്. വസിഅത് ഭൂതകാലക്രിയയാണ്. അതേസമയം ഉസീബു എന്നത് അത് മുളാരി ആണ്, വർത്തമാന അല്ലെങ്കിൽ ഭാവിയെ സൂചിപ്പിക്കുന്ന. അപ്പൊ എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവരെ ബാധിക്കുന്നു. പക്ഷേ എന്റെ റഹ്മത്ത് വിശാലമായിരിക്കുന്നു എല്ലാവർക്കും. അതായത് അള്ളാഹു കരുണാനിധിയും പരമകാരുണികരുമാണ് എന്നതുകൊണ്ട് തന്നെ മുഴുവൻ വസ്തുക്കൾക്കും അനുഗ്രഹം ചൊരിഞ്ഞു കഴിഞ്ഞവനാണ്. പക്ഷേ അതിന് ഭംഗം വരുത്തുന്ന, അതിന് എപ്പോഴെങ്കിലും ഭംഗം വരുത്തുന്നത് നിങ്ങൾ തന്നെയാണ്, സൃഷ്ടികൾ തന്നെയാണ്. നിങ്ങൾ തെറ്റ് ചെയ്യുമ്പോൾ ശിക്ഷിക്കപ്പെടുന്നുണ്ട് എങ്കിൽ അവർ അതിന് അർഹരായത് കൊണ്ടാണ്, നിങ്ങൾ അതിന് അർഹരായത് കൊണ്ടാണ് ആ ശിക്ഷ നിങ്ങൾക്ക് ലഭിക്കുന്നത്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരെയും അള്ളാഹുവിന്റെ റഹ്മത്ത് ഉൾക്കൊണ്ടിട്ടുണ്ട്. എല്ലാറ്റിനും ഓൾറെഡി റഹ്മത്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ശിക്ഷ അങ്ങനെ ഇടക്കിടക്ക് ബാധിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ബാധിക്കുന്നത് അതെന്തുകൊണ്ടാണ്? അത് നിങ്ങൾ തന്നെ വരുത്തി വെച്ച വിഷയങ്ങൾ കൊണ്ടാണ്, നിങ്ങളിതിന് അർഹരായത് കൊണ്ടാണ്. മനസ്സിലാണ്ടല്ലേ? അതാണ് ആ പ്രയോഗത്തെ സൂചന. അള്ളാഹുവിന്റെ റഹ്മത്ത് മുമ്പേ കൊടുത്തു കഴിഞ്ഞതാണ്. പിന്നീട് നിങ്ങൾക്ക് അതിൽ ഭംഗം വരുന്നുവെങ്കിൽ അത് നിങ്ങളെ ഭാഗത്ത് ഉണ്ടായ തെറ്റുകൾ കാരണമാണ്. ആയത്തിന്റെ അവസാന ഭാഗം കാരുണ്യത്തിന് അർഹരാവുന്ന ആളുടെ ഗുണഗണങ്ങൾ എണ്ണിപ്പറയുകയാണ് അല്ലാഹു തആല. ആരൊക്കെയാണ്? ലില്ലദീന യത്തഖൂൻ ഫസഅത്തുഹ, ഞാനത് നിശ്ചിതമായി ഞാനത് രേഖപ്പെടുത്തും, ഞാനത് കൊടുക്കാൻ വേണ്ടി നിശ്ചയിക്കും. ആർക്ക്? ലില്ലദീന യത്തഖൂന, സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾ. വയുതൂന സക്കാത്ത് കൊടുക്കുന്ന ആളുകൾ. വല്ലദീനും ബിആയാതിനാ യുഅ്മിനൂൻ, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ വിശ്വസിക്കുന്നവർ. ഇവിടെ മുത്തഖീങ്ങളായ ആളുകൾ എന്നും നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ വിശ്വസിക്കുന്നവർ എന്നും മൊത്തത്തിൽ പറഞ്ഞു, അല്ലെ? മുത്തഖീങ്ങൾ എന്നും നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ വിശ്വസിക്കുന്നവർ മൊത്തത്തിലാ പറഞ്ഞു. പക്ഷെ ഒരു കാര്യം മാത്രം പ്രത്യേകമായി എടുത്തു പറഞ്ഞു, സക്കാത്ത്. ആ രണ്ട് കാര്യങ്ങൾ മൊത്തത്തിൽ പറഞ്ഞു നിർത്താതെ സക്കാത്ത് കൊടുക്കുന്നവർ എന്നുകൂടി പ്രത്യേകം പറഞ്ഞു. ശ്രദ്ധിക്കണം, പ്രാമുഖ്യമുള്ള വിഷയമായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പൈസ ചെലവാക്കുന്ന വിഷയത്തിൽ മനുഷ്യർ പൊതുവെ പിറകോട്ടാണ്. പക്ഷെ യഹൂദികൾ അതിലേറെ അവർ പുറകോട്ടാണ്, ഭയങ്കര ബാക്കോട്ടാണ്. പിശുക്ക് കാണിക്കുന്ന വിഷയത്തിൽ ജൂതന്മാർ, യഹൂദികൾ വളരെ പുറകോട്ടാണ്. സത്യവിശ്വാസികളാ മുസ്ലിങ്ങൾ അവരെ പോലെ ആയിരിക്കൂല. അവർ ധനപരമായ സാമ്പത്തികമായ എല്ലാ ബാധ്യതകളും നിർവഹിക്കുന്നതിൽ പിശുക്ക് കാണിക്കുകയേ ഇല്ല. ഇത് പ്രത്യേകം മനസ്സിലാക്കി തരാനാണ് സക്കാത്തിന്റെ കാര്യം എടുത്തു പറഞ്ഞത് എന്നുകൂടെ നമ്മൾ ശ്രദ്ധിക്കണം. 157 ആയത്തിലേക്ക് കടക്കുകയാണ്. അപ്പോ മുത്തഖീങ്ങൾക്ക്, സക്കാത്ത് കൊടുക്കുന്നവർക്ക്, ആയാത്തുകളെ വിശ്വസിക്കുന്നവർക്ക് പ്രത്യേകം കാരുണ്യം നൽകാൻ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് ഈ ആയത്തിന്റെ അവസാനം പറഞ്ഞത്. 156 അവസാനം അവർ ആരാണ് എന്ന് ഒന്നുകൂടി വ്യക്തമാക്കുകയാണ് ഇനി 157. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിച്ച സത്യവിശ്വാസികളാണ് അവർ. അതാണ് ഇനി പറയുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു കഴിഞ്ഞാൽ ജൂതന്മാരെ നിങ്ങളും അവിടുത്തെ പിൻപറ്റണമെന്നും ഈ സൂക്തത്തിൽ പറയുന്നുണ്ട്. അതായത് തിരുനബി വന്ന ശേഷം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അനുസരിക്കാത്ത ഒരാൾക്കും പരലോകത്ത് രക്ഷയില്ല. തൗറാത്തിലും ഇഞ്ചീലിലും പ്രവചിക്കപ്പെട്ട ആ പ്രവാചകൻ തന്നെയാണ് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. അവിടുത്തെ ചില വിശേഷണങ്ങളും എടുത്തു പറയുന്നുണ്ട് ഇനിയുള്ള ആയത്തിൽ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകതകളും സവിശേഷതകളും ചൂണ്ടിക്കാട്ടി തൗറാത്തിലും ഇഞ്ചീലിലും പ്രവചിക്കപ്പെട്ട ആ പ്രവാചകൻ തന്നെയാണ് ഈ തിരുമേനി എന്ന് പരിചയപ്പെടുത്തിയിട്ട് അള്ളാഹുവോട് പറയുന്നത് എന്താണെന്നോ, ആ നബിയിൽ നിങ്ങൾ വിശ്വസിക്കണം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യദീൻ പ്രചരിപ്പിക്കുമ്പോൾ നിങ്ങൾ അവിടുത്തെ സഹായിക്കണം. അവിടത്തേക്ക് അവതരിപ്പിച്ചു കൊടുത്ത പ്രകാശം, അതായത് വിശുദ്ധ ഖുർആൻ, നിങ്ങൾ പിൻപറ്റുകയും ചെയ്യാം. അവർ മാത്രമാണ് വിജയികൾ. അങ്ങനെ ചെയ്യുന്നവർ ആരായാലും ശരി, അവർ വേദക്കാരാവട്ടെ അല്ലാത്തവരാവട്ടെ,
അവർക്കേ ജയമുള്ളൂ എന്നാണ് അടുത്ത ആയത്തിൽ ഇനി അല്ലാഹു തആല പറയുന്നത്. കുറച്ച് വലിയ ആയത്താണ് 187-ാമത്തേത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل يأمرهم بالمعروف وينهاهم عن المنكر ويحل لهم الطيبات ويحرم عليهم الخبائث ويضع عنهم إصرهم والأغلال التي كانت عليهم فالذين آمنوا به وعزروه ونصروه واتبعوا النور الذي أنزل معه أولئك هم المفلحون. ആയത്തിനർത്ഥം പഠിക്കാം അല്ലേ? അല്ലദീന, ആരാണവർ? അള്ളാഹു പ്രത്യേകമായി റഹ്മത്ത് ഏറെ കൊടുക്കാമെന്ന് നിശ്ചയിച്ചവരാരാ? അല്ലദീന, അവർ ഒരു വിഭാഗം ആളുകളാണ്. യത്തബിഊന, അവർ പിൻപറ്റുന്നു. അർ റസൂല, പ്രവാചകനെ. അന്നബിയ, നബിയെ. ഏതാണ് നബി? അല്ലദീ അൽ ഉമ്മിയ, നിരക്ഷരനായ, അക്ഷരജ്ഞാനമില്ലാത്ത നബിയെ, റസൂലിനെ പിൻപറ്റുന്നവരാണവർ. ഏതാണ് നബി? ആരാണ് നബി? അല്ലദീ യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫി തൗറാത്തി വൽ ഇൻജീൽ, തങ്ങളുടെ പക്കലുള്ള തൗറാത്തിലും ഇൻജീലും എഴുതപ്പെട്ടതായി അവർക്ക് കാണാൻ കഴിയുന്ന ആ നബിയെ പിൻപറ്റുന്ന. അല്ലദീ യജിദൂനഹു, എങ്ങനെയുള്ള പ്രവാചകനാണ്? യജിദൂനഹു, ആ പ്രവാചകൻ അവർ കണ്ടെത്തുന്നു. മക്തൂബൻ, എഴുതപ്പെട്ടതായിട്ട്. ഇൻദഹും, അവരുടെ അടുക്കൽ. എവിടെ? തൗറാത്തുൽ ഇൻജീൽ, തൗറാത്തിലും ഇൻജീലിലും. അവരുടെ കയ്യിലുള്ള ഈ രണ്ട് വേദഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടതായി അവർക്ക് കാണാൻ കഴിയുന്ന, അക്ഷരം പഠിച്ചിട്ടില്ലാത്ത ഉമ്മിയായ പ്രവാചകനായ ദൂതനെ പിൻപറ്റുന്നവരാണ് അവർ. നേരത്തെ പറഞ്ഞ ആയത്തിനോട് കണക്ട് ചെയ്യണം. നമ്മുടെ വിഷയം നേരത്തെ പറഞ്ഞു അല്ലേ? യഅ്മുറുഹും ബിൽ മഅറൂഫ്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് എന്തൊക്കെയാണ് ചെയ്യുക എന്നാണ് പറയുന്നത്? യഅ്മുറുഹും ബിൽ മഅറൂഫ്, അവരോട് ആ പ്രവാചകൻ നന്മ കൊണ്ട് കൽപ്പിക്കും. വയൻഹാഹും, അവരെ വിരോധിക്കും. അനിൽ മുൻകരി, തിന്മയെ തൊട്ട്. തിന്മ വിരോധിക്കുകയും നന്മ കൽപ്പിക്കുകയും ചെയ്യും ആ പ്രവാചകൻ. പിന്നെയോ വയുഹില്ലു ലഹും ത്വയ്യിബാത്ത്, എല്ലാ നല്ലതും അവർക്ക് അനുവദിച്ചു കൊടുക്കും. വയുഹില്ലു, അവർക്ക് ഹലാലാക്കി കൊടുക്കും. അത്വയ്യിബാത്ത്, എല്ലാ നല്ല സംഗതികളും. വയുഹർരിമു അലൈഹിമുൽ ഖബായിസ്, എല്ലാ ചീത്തയും നിഷിദ്ധമാക്കുകയും ചെയ്യും. വയുഹർരിമു, ആ പ്രവാചകൻ അലൈഹിം, അവർക്ക് നിഷിദ്ധമാക്കി കൊടുക്കും. അൽ ഖബായിസ, വേണ്ടാത്തരങ്ങളെ, നിഷിദ്ധമായ ചീത്തയെ. മാത്രവുമല്ല വയദഉ അൻഹും ഇസ്റഹും, അവരുടെ മേലുണ്ടായിരുന്ന ചങ്ങലകൾ, അവരുടെ മേലുണ്ടായിരുന്ന ഭാരങ്ങൾ ഇറക്കി വെക്കുകയും ചെയ്യും. വയദഉ, ആ പ്രവാചകൻ അൻഹും, അവരിൽ നിന്ന് ഇറക്കി വെക്കും. ഇസ്റഹും, അവരുടെ ഭാരത്തെ. ഇസ്ർ എന്ന് പറഞ്ഞാൽ ഭാരം, ഖനം. പിന്നെന്തിനേയും വല്ലഗലാല, ചങ്ങലകളെയും അഴിച്ചുവെക്കും. അല്ലത്തി കാനത്ത് അലൈഹിം, അവർക്ക് മേലുണ്ടായിരുന്ന, അവരെ വരിഞ്ഞു മുറുക്കിയിരുന്ന ചങ്ങലകൾ അഴിച്ചു മാറ്റുകയും ചെയ്യും. അവരുടെ ഭാരങ്ങൾ ഇറക്കി വെക്കും. അഗലാൽ, ചങ്ങലകൾ, അവർക്ക് മീതെയുണ്ടായിരുന്ന ചങ്ങലകൾ, അതും അഴിച്ചു മാറ്റുകയും ചെയ്യും. നമുക്ക് വിശദീകരിക്കാം. ഫല്ലദീന ആമനൂ ബിഹി വഅസ്സറൂഹു വനസറൂഹു. ഫല്ലദീന, അപ്പോൾ ഒരു വിഭാഗം ആളുകൾ. ആമനൂ ബിഹി, ആ പ്രവാചകനിൽ വിശ്വസിച്ചവർ. വഅസ്സറൂഹു, ആ പ്രവാചകനെ ബഹുമാനിക്കുകയും ചെയ്ത ആളുകൾ. വനസറൂഹു, ആ പ്രവാചകനെ സഹായിക്കുകയും ചെയ്ത ആളുകൾ. വത്തബഅൻ നൂറല്ലദീ ഉൻസില മഅഹു, ആ നബിയോടൊപ്പം ഇറക്കപ്പെട്ട പ്രകാശം, അതായത് പരിശുദ്ധ ഖുർആൻ പിന്തുടരുകയും ചെയ്യുന്നവർ. ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ തന്നെയാണ് വിജയികൾ. അവർ തന്നെയത്രേ മുഫ്ലിഹീങ്ങൾ, വിജയികൾ. ഈ പ്രവാചകനെ വിശ്വസിക്കണം. വഅസ്സറൂഹു, ബഹുമാനിക്കണം. വനസറൂഹു, അവരെ സഹായിക്കണം. വത്തബഅൻ നൂർ, ഖുർആൻ എന്ന ഈ പ്രകാശം പിൻപറ്റുകയും വേണം. അല്ലദീ ഉൻസില മഅഹു, ആ പ്രവാചകനോടുകൂടി അവതരിപ്പിക്കപ്പെട്ട. എന്നാൽ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അസ്സറ എന്നതിന്റെ അർത്ഥം ബഹുമാനിച്ചു, ശക്തിപ്പെടുത്തി, സഹായിച്ചു എന്നൊക്കെയാണ്. ബഹുമാനിക്കുന്നതോടൊപ്പം സഹായിക്കുക എന്നാണ് ശരിക്ക് അസ്സറക്ക് അധിക ആളുകളും അർത്ഥം പറഞ്ഞത്. അന്നുസ്റത്ത് മഅ തഅദീം, ബഹുമാനിക്കുകയും അതോടൊപ്പം സഹായിക്കുകയും ചെയ്യും. അള്ളാഹുവിന്റെ റസൂലിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ഗുണഗണങ്ങൾ എടുത്തു പറഞ്ഞ ഒരു ആയത്താണിത്. വിശേഷണങ്ങൾ ഇങ്ങനെ എണ്ണിപ്പറയാണ്. എന്തൊക്കെയാ നമുക്ക് നോക്കാം. അല്ലദീന യത്തബിഊന റസൂൽ,
അന്നബിയ, അവർ പിൻപറ്റും അർ റസൂൽ, അള്ളാഹുവിന്റെ ദൂതനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അള്ളാഹുവിന്റെ സന്ദേശങ്ങൾ ലഭിക്കുകയും അത് ജനങ്ങളെ അറിയിക്കാനുള്ള ബാധ്യത ഏൽപ്പിക്കപ്പെടുകയും ചെയ്ത ആളുകൾക്കാണ് റസൂൽ എന്ന് പറയുക. തബ്ലീഗ് എത്തിച്ചു കൊടുക്കാനുള്ള ബാധ്യത കൂടെ ഉണ്ടാവും. രണ്ടാമത്തെ വിശേഷണം അന്നബിയ, സാധാരണ മനുഷ്യർക്ക് അറിവില്ലാത്ത അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സന്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ട് ശരി, പക്ഷേ അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത ഏൽപ്പിക്കപ്പെട്ടിട്ടില്ല. അവരാണ് നബി എന്ന് പറയും. നബിയും റസൂലും എന്നുള്ള വ്യത്യാസം അതാണ്. റസൂലുമാർക്ക് അള്ളാഹു തആല എത്തിച്ചു കൊടുത്ത സന്ദേശം ആളുകളിലേക്ക് പ്രബോധനം ചെയ്യേണ്ട ദൗത്യം ഉണ്ടാവും. നബിമാർക്ക് അത് ഉണ്ടാവില്ല. അള്ളാഹു തആല സന്ദേശങ്ങളൊക്കെ കൊടുക്കും, പക്ഷെ എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത ഉണ്ടാവുകയില്ല. അപ്പോൾ റസൂലിന്റെ രണ്ട് വിശേഷങ്ങൾ പറഞ്ഞു, റസൂലാണെന്നും നബിയാണെന്നും പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലദീന യത്തബിഊന റസൂലൻ നബിയ്യൽ ഉമ്മിയ്യ, അതാണ് മൂന്നാമത്തെ വിശേഷണം. ഉമ്മിയ്യ, അക്ഷരാഭ്യാസമില്ലാത്ത ആൾ എന്നാണ് എൻ്റെ അർത്ഥം. ഇങ്ങനെ പ്രത്യേകമായി പലയിടത്തും ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്. അതിനൊരു പ്രത്യേക കാരണമുണ്ട് പറയാൻ. എന്താണെന്നറിയോ? മുൻകഴിഞ്ഞ തൗറാത്ത്, ഇഞ്ചീൽ പോലെയുള്ള വേദങ്ങളും മറ്റൊക്കെ നോക്കി പഠിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ കൊണ്ടുവന്നത് എന്ന് വേദക്കാരും പറയുന്നുണ്ട്, വേറുള്ള ആൾക്കാരും പറയാറുണ്ട്, അന്ന് ഇന്നും പറയുന്നുണ്ട്. അതിന് മറുപടിയാണ് ഈ പ്രയോഗം, ഉമ്മി എന്ന പ്രയോഗം. എങ്ങനെയാണത് മറുപടിയാവുന്നത്? അക്ഷരാഭ്യാസം ലഭിക്കാത്ത ഒരാള് ഈ രൂപത്തിലുള്ളൊരു മഹൽ ഗ്രന്ഥം എങ്ങനെ കൊണ്ടുവരാനാണ്? കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവിടുന്ന് സത്യപ്രവാചകനാണ് എന്നതിന്റെ അനിഷേധ്യമായ തെളിവാണ് വിശുദ്ധ ഖുർആൻ. നിരക്ഷരനായ ഒരാളെങ്ങനെയാണ് ഇത്രയും പ്രഗത്ഭമായ ഒരു ഗ്രന്ഥം കൊണ്ടുവരിക? അക്ഷരജ്ഞാനമില്ലാത്ത, അഥവാ ആ കാരണത്താൽ വേദഗ്രന്ഥങ്ങൾ പരിചയമില്ലാത്ത പ്രവാചകനാണ് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അവിടുത്തെ പ്രവാചകത്വത്തിനുള്ള ബുദ്ധിപരമായ സ്പഷ്ടമായ വ്യക്തമായ തെളിവ് കൂടിയാണ് ഈ പ്രയോഗം എന്ന് പറഞ്ഞ് മനസ്സിലാക്കി. ആട്ടെ, നാലാമത്തെ വിശേഷണം എന്താ? അല്ലദീ യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത്തൗറാത്ത് വൽ ഇൻജീൽ, തൗറാത്തിലും ഇൻജീലിലും രേഖപ്പെടുത്തപ്പെട്ട ആൾ. അവരെ കയ്യിലുള്ള തൗറാത്തിലും ഇൻജീലിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളുണ്ട്, വിശേഷണങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യപ്രവാചകനാണ് എന്നതിന്റെ അനിഷേധ്യമായ ഒരു തെളിവ് കൂടിയാണിത്. അവിടുത്തെ ഗുണങ്ങളും വിശേഷണങ്ങളും ഈ വേദങ്ങളിൽ എഴുതപ്പെട്ടിരുന്നില്ല എങ്കിൽ അവിടുന്ന് കള്ളം പറയുകയാണ് എന്ന് എതിരാളികൾക്ക് പറയാൻ എളുപ്പമല്ലേ? മാഅല്ലാഹ്. തൗറാത്തിലും ഇൻജീലിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള പരാമർശങ്ങളും പ്രവചനങ്ങളും പലതും ഉണ്ടായിരുന്നു എന്നാണ്. ഖുർആൻ അവതരിക്കുന്ന കാലത്ത് തന്നെ വേദക്കാർക്കിടയിൽ അത് സുപരിചിതമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരവിന്റെ ആ കാലം അടുത്തപ്പോ വേദക്കാർ മുഴുവനും അറേബ്യയിൽ വരാനിരിക്കുന്ന ആ പ്രവാചകന് അക്ഷമയോടെ കാത്തിരുന്ന് കൊണ്ടിരുന്നത് അതുകൊണ്ടാണ്. അവിടെ നിന്ന് വന്നാൽ ഞങ്ങളെല്ലാവരും അവിടത്തോടൊപ്പം ചേർന്ന് ശത്രുക്കളോട് പോരാടുമെന്നും അവരെ അറബികളെ പരാജയപ്പെടുത്തുമെന്നും വരെ, അങ്ങനെ വലിയ വിജയം നേടുമെന്നും വരെ വീരവാദം മുഴക്കിയിരുന്നു ജൂതന്മാർ. പക്ഷെ വന്നപ്പോഴോ ആ പ്രവാചകനെ തള്ളിക്കളയുകയാണ് അവർ ചെയ്തത്. കാരണം എന്താ? അവരുടെ അഴിമതികൾക്കും അക്രമങ്ങൾക്കും അവിടുന്ന് കൂട്ടുന്നില്ല എന്നത് തന്നെ. അവരുടെ ദുരാചാരങ്ങൾ അംഗീകരിക്കാത്തത് കൊണ്ട് മാത്രമല്ല, അവരുടെ സമുദായത്തിൽപ്പെട്ട ആളല്ല എന്നതുകൊണ്ടും അവർ നിലപാട് മാറ്റുകയാണ് ചെയ്തത്. പരിശുദ്ധമായ ഖുർആൻ അവതരിക്കുന്നതിന് മുമ്പ് തന്നെ ഇഞ്ചീലും തൗറാത്തും ഒക്കെ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായി കഴിഞ്ഞിരുന്നു എന്നത് വസ്തുതയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയോഗത്തിന് ശേഷം പിന്നെയും പല തിരുത്തലുകളും അതിൽ നടന്നിട്ടുണ്ട്. ഈ യാഥാർത്ഥ്യം വേദക്കാരായ ആളുകൾ സമ്മതിക്കുകയില്ല എങ്കിലും മൂസാ നബി അലൈഹി സ്വലാമിന് ലഭിച്ച തൗറാത്തിന്റെ അല്ലെങ്കിൽ ഈസാ നബി അലൈഹി സ്വലാമിന് ലഭിച്ച ഇഞ്ചീലിന്റെ യഥാർത്ഥമായ പകർപ്പ് സാക്ഷാൽ രൂപത്തിൽ നിലവിലുണ്ട് ഇന്ന് എന്ന് അവർക്ക് പോലും വാദമല്ല. അവരത് അംഗീകരിക്കുന്നത്, പക്ഷെ അവർ പോലും വാദിക്കുന്നില്ല ഇന്നങ്ങനെ സാക്ഷാൽ പതിപ്പുണ്ട് എന്ന് അവർ പോലും പിന്നെ പറയൂല. തങ്ങളെ സംബന്ധിച്ച് അവരുടെ വേദങ്ങളിൽ ഉണ്ടായിരുന്ന വ്യക്തമായ പ്രസ്താവനകളിൽ പലതും അവർ വെട്ടിക്കളഞ്ഞിട്ടുണ്ട്, പലതും അവർ ദുർവ്യാഖ്യാനം ചെയ്തിട്ടുണ്ട്. എന്നാലും അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചൂണ്ടിക്കാട്ടുന്ന പല സൂക്തങ്ങളും ഇപ്പോഴും ആ വേദഗ്രന്ഥങ്ങളിൽ കാണാം എന്നാണ്. അതായത് അവർ വേദഗ്രന്ഥമായി സ്വീകരിച്ചു വരുന്ന തൗറാത്തും ഇഞ്ചീലും ഉൾപ്പെട്ടത് എന്നവർ അവകാശപ്പെടുന്ന നിലവിലുള്ള ബൈബിളില്ലേ, ആ ബൈബിളിൽ പോലും, നിലവിലുള്ള ബൈബിളിൽ പോലും ചില ഉദാഹരണങ്ങളുണ്ട്, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും. ചിലത് നമുക്ക് സാന്ദർഭികമായി മനസ്സിലാക്കാം.
മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് അല്ലാഹു തആല ഇങ്ങനെ പറയുന്നുണ്ടത്രേ, നിന്നെപ്പോലെയുള്ള ഒരു പ്രവാചകനെ അവർക്ക് അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് ഞാൻ എഴുന്നേൽപ്പിച്ച് എന്റെ വചനങ്ങളെ അവന്റെ നാവിന്മേൽ ആക്കും. ബൈബിൾ പഴയ നിയമം ആവർത്തനം 18:18. ഇസ്രായേല്യർക്ക് അവരുടെ സഹോദരന്മാർക്കിടയിൽ നിന്നൊരു പ്രവാചകനെ എഴുന്നേൽപ്പിക്കുമെന്നാണല്ലോ അല്ലാഹു തആല മൂസാ നബിയോട് ഇവിടെ പറഞ്ഞത് അലൈഹിസ്സലാം. അവരുടെ സഹോദരന്മാർ എന്നത് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ സന്താന പരമ്പരയാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പൗത്രനായ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ സന്താന പരമ്പരയാണല്ലോ ഇസ്രായേല്യർ. അതേ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മറ്റൊരു മകനായ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ സന്താന പരമ്പരയാണ് അറബികൾ. ഈ അറബികളിൽ നിന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൂജാതരാവുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ആവർത്തനം 18:18 കാണുന്ന ആ മൂസാ നബി അലൈഹി ഇസ്ലാമിനെ പോലെയുള്ള പ്രവാചകൻ ഇസ്രായേലിയരുടെ സഹോദരന്മാരും ഇസ്മായിൽ നബിയുടെ സന്താന പരമ്പരയുമായ അറബികളിൽ നിന്ന് വന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാതെ മറ്റാരുമല്ല എന്ന് വ്യക്തമായി മനസ്സിലാക്കാം. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ സന്താനങ്ങളിൽ നിന്ന് വേറൊരു പ്രവാചകനും വന്നിട്ടില്ലല്ലോ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് ആ പറഞ്ഞത്. ശരി, ഇനി മറ്റൊരു വചനം നോക്കാം. യഹോവ സീനായിൽ നിന്ന് വന്നു, അവർക്ക് സേയീരിൽ നിന്ന് ഉദിച്ചു, പാറാൻ പർവ്വതത്തിൽ നിന്ന് വിളങ്ങി. ആവർത്തനം 33:2. മൂസാ നബി അലൈഹി ഇസ്ലാം തന്റെ വഫാത്തിന് മുമ്പ് ഇസ്രായേൽ മക്കളെ അനുഗ്രഹിച്ച വചനമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെയും ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും വെളിപാടുകളെ കുറിച്ചുള്ള സൂചനയാണ് ഈ വചനത്തിൽ കാണുന്നത്. എന്താണ് അതിന്റെ ആശയം? സീനാ പർവ്വതത്തിൽ വെച്ചാണ് മൂസാ നബി അലൈഹി ഇസ്ലാമിന് തൗറാത്ത് ലഭിച്ചത്. ഈസാ നബി അലൈഹി ഇസ്ലാമിന് പ്രവാചകത്വം ലഭിച്ചത് സേയീർ പർവ്വതത്തിൽ വെച്ചാണ്. അത് ഫലസ്തീനിലാണ്. പാറാൻ എന്നത് മക്കയിലെ ഒരു മലയാണ്. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം പാറാൻ മരുഭൂമിയിൽ പാർത്തു എന്ന് ഉൽപ്പത്തി പുസ്തകം 21:21 പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലാതെ പാറാനിൽ നിന്നും ആരും ഇതുവരെ വിളങ്ങിയിട്ടില്ല. അപ്പോ പാറാനിൽ വിളങ്ങും അല്ലെ, പാറാൻ പർവ്വതത്തിൽ നിന്ന് വിളങ്ങി എന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ചല്ലാതെ മറ്റാരെ കുറിച്ചാകാനും വഴിയില്ല. ഹിറാ മലയുടെ പഴയ പേരായിരിക്കാം പാറാൻ എന്നൊക്കെ അഭിപ്രായപ്പെടുന്ന ആളുകളുണ്ട്. ഇതിനൊക്കെ പുറമെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമനത്തെക്കുറിച്ച് വേദക്കാർ വലിയ പ്രതീക്ഷയിലായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അവിടത്തെ സംബന്ധിച്ച് ഈസാ നബി അലൈഹി ഇസ്ലാമും പ്രവചനം നടത്തിയിട്ടുണ്ട്. അത്തരം പ്രവചനങ്ങൾ പലതും ഇന്നത്തെ ബൈബിളിൽ പുതിയ നിയമത്തിൽ തന്നെ കാണാൻ കഴിയും. അതിൽ ഒന്ന് ഇങ്ങനെയാണ്, അതായത് ബൈബിളിലുണ്ട്, പുതിയ നിയമത്തിലുണ്ട്, എങ്കിലും പിതാവ് എന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലം ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. എന്താ പറഞ്ഞത്? എങ്കിലും പിതാവ് എന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ബോധിപ്പിച്ചു തരും, വിശദീകരിച്ചു തരും. ഇവിടെ പരിശുദ്ധാത്മാവ്, കാര്യസ്ഥൻ എന്നെല്ലാം പറഞ്ഞത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചാണ്. അത് വ്യക്തമാണ്. ഈസാ നബി അലൈഹി ഇസ്ലാമിന് ശേഷം ലോകത്തിനാകെ നീതിയെക്കുറിച്ചും ന്യായങ്ങളെക്കുറിച്ചും ബോധനം നൽകിയ ഒരു പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലാതെ വേറെ വന്നിട്ടില്ലല്ലോ. ഇത്തരം പരാമർശങ്ങൾക്കൊക്കെ വേദക്കാരുടെ അതതു കാലത്തെ മഹാസഭക്കാർ, പുരോഹിതന്മാർ അവരുടേതായ ചില വ്യാഖ്യാനങ്ങൾ നൽകി സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ ഇത്തരം പ്രസ്താവനകൾ ആ ഗ്രന്ഥങ്ങൾ ഇല്ലാഞ്ഞിട്ടില്ല, അത് അവർ വ്യാഖ്യാനിക്കുകയാണ്. ഇത്തരം കാര്യങ്ങളെല്ലാം വിശദമായി എടുത്തുകാട്ടി വേദക്കാരുടെ കൈകടത്തലുകൾ സ്ഥാപിച്ച് പല മഹാന്മാരും ഗ്രന്ഥരചനകൾ തന്നെ നടത്തിയിട്ടുണ്ട്. സുറിയാനി ഭാഷയിൽ, അതായത് സിറിയക് ഭാഷയിൽ അവതരിച്ചിരുന്ന തൗറാത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ബാബിലോണിയക്കാരുടെ ആക്രമണത്തിൽ നശിച്ചു പോയിട്ടുണ്ട്. പിന്നീട് ഓർമ്മയിൽ നിന്ന് എടുത്തെഴുതപ്പെട്ടതാണ് ഇന്ന് കാണുന്ന തൗറാത്ത്, അതായത് ബൈബിൾ പഴയ നിയമം. ഇതിൽ വേദവാക്യങ്ങളല്ലാത്ത പലതും കടന്നുകൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സാക്ഷാൽ തൗറാത്ത് ലോകത്തില്ല. അതുപോലെ തന്നെയാണ് ഇഞ്ചീലിന്റെ കഥയും. അബ്രാനി, അതായത് ഹിബ്രു ഭാഷയിൽ അവതരിച്ച ഇഞ്ചീല്, ആ ഭാഷയിലുള്ള സാക്ഷാൽ ഇഞ്ചീൽ ഇന്ന് ലോകത്തില്ല. പിന്നെയോ ഗ്രീക്ക് ഭാഷയിലും മറ്റ് വിവിധ ഭാഷകളിലുമുള്ള തർജ്ജമകളാണ് ഇന്നത്തെ ക്രിസ്ത്യൻ സഹോദരന്മാരുടെ കൈകളിലുള്ളത്. അത് ഓരോ ഭാഷയിലുള്ള തർജ്ജമകൾ എടുത്തു നോക്കിയാൽ
പരസ്പരം ഒരുപാട് വൈകല്യങ്ങളും വൈരുദ്ധ്യങ്ങളും കാണാൻ കഴിയുകയും ചെയ്യും. അന്ത്യപ്രവാചകരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഉള്ള പ്രവചനങ്ങൾ വളച്ചൊടിക്കാൻ ഓരോ കാലത്തും ഉണ്ടായിരുന്ന ക്രിസ്തീയ പുരോഹിതന്മാർ നടത്തിയ ശ്രമങ്ങൾ അതിനെ വായിച്ചാൽ തന്നെ മനസ്സിലാവും. മറ്റൊരു കാര്യം, ക്രിസ്ത്യാനികളുടെ കയ്യിൽ 100-ലധികം ബൈബിളുകൾ ഉണ്ടായിരുന്നത്രേ. 100-ലധികം ബൈബിളിന്റെ കോപ്പികൾ ഉണ്ടായിരുന്നു. അവ മൗലികമായി തന്നെ പരസ്പര വിരുദ്ധങ്ങളായതുകൊണ്ട്, അത് തമ്മിൽ അടിസ്ഥാനപരമായി തന്നെ അതിൽ വൈരുദ്ധ്യങ്ങൾ ഉള്ളത് കൊണ്ട് ക്രിസ്തബ്ദം 325 ക്രിസ്ത്യൻ പുരോഹിതന്മാരെല്ലാവരും ഒരു പ്രത്യേക യോഗം ചേർന്ന് നിരവധി ചർച്ചകൾക്ക് ശേഷം 4 തിരഞ്ഞെടുക്കുകയും മറ്റെല്ലാം തള്ളിക്കളയുകയും ചെയ്തു. അതാണ് ഇന്നറിയപ്പെടുന്ന ക്രിസ്ത്യാനികൾ ഇഞ്ചീലാണെന്ന് അവകാശപ്പെടുന്ന സത്യവേദ പുസ്തകം. അതൊരിക്കലും അള്ളാഹു അവതരിപ്പിച്ച ഇഞ്ചീൽ അല്ല എന്നതിന് നിരവധി തെളിവുകളുണ്ട്. ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഇഷ്ടശിഷ്യനായിരുന്ന ബർണബാസ് എന്ന് പറഞ്ഞ ഏറ്റവും അടുത്ത ഇഷ്ടപ്പെട്ട ശിഷ്യൻ എഴുതി വെച്ച ഒരു ബൈബിൾ ഉണ്ടത്രേ. അത് മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാകാത്തതും നേരത്തെ പറഞ്ഞ പോലെ കണ്ടുകെട്ടിയതുമാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. അതിന് മാറ്റങ്ങൾ വന്നിട്ടില്ല. അത് ഇവർ കണ്ടുകെട്ടുകയാണ് ചെയ്തത്. നസാറാക്കളുടെ, ക്രിസ്ത്യാനികളുടെ മുഴുവൻ വിശ്വാസങ്ങൾക്കും വിരുദ്ധമാണത്രേ ബർണബാസിന്റെ ബൈബിൾ. ആ ബൈബിളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള ദീർഘവീക്ഷണമുണ്ട്, ദീർഘദർശനങ്ങളുണ്ട്, പ്രവചനങ്ങളുണ്ട്. പക്ഷേ ക്രിസ്തീയ ലോകം ഇന്ന് ആ ബൈബിൾ തള്ളിക്കളയുകയാണ്. കാരണം അവരുടെ വിശ്വാസങ്ങളോട് യോജിക്കുന്നില്ല എന്നത് തന്നെ. ബർണബാസ് ബൈബിളിന്റെ ചരിത്രപരമായ സാധുത പണ്ഡിത ലോകം തെളിയിച്ചിട്ടുണ്ട്. വിശ്രുതനായ പ്രഗത്ഭനായ വൈദിക പണ്ഡിതൻ പോളികാർപ്പസിന്റെ പ്രമുഖ ശിഷ്യനായ, ക്രിസ്തീയ ലോകത്ത് സുസമ്മതനായിരുന്ന AD 202 മരണമടഞ്ഞ വിശുദ്ധ ഇറാന്യൂസ്, അദ്ദേഹം ഈ ബർണബാസ് സുവിശേഷം ആധാരമാക്കി ഗ്രന്ഥരചന നടത്തിയിട്ടുണ്ട്. വിശുദ്ധ പൗലോസിനെ നഖശിഖാന്തം എതിർത്തുകൊണ്ട് ഇറാന്യൂസ് ഒരുപാട് എഴുതിയിട്ടുണ്ട്. യേശുവിന്റെ ഇഷ്ടശിഷ്യനായ സമീപസ്ഥനായ ബർണബാസിന്റെ ബൈബിൾ മുന്നിൽ വെച്ചാണ് താൻ പൗലോസിനെ എതിർക്കുന്നത് എന്ന് ഇറാന്യൂസ് വ്യക്തമാക്കുന്നുണ്ട്. 1585 മുതൽ 1590 വരെ മാർപ്പാപ്പ പദം അലങ്കരിച്ചിരുന്ന കാലത്ത് പോപ്പ് സെക്ടസ് 5 ലൈബ്രറിയിൽ നിന്ന് പരമരഹസ്യമായി ഫ്രാമാരിനോ എന്ന വൈദിക പണ്ഡിതൻ ബർണബാസ് സുവിശേഷം അദ്ദേഹത്തിന് ലഭിച്ചത്രേ. വളരെ പരമരഹസ്യമായി ലൈബ്രറിയിൽ നിന്ന് ഈ ബർണബാസിന്റെ ബൈബിൾ സുവിശേഷം അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. 1709 ആംസ്റ്റർഡാമിലെ ഒരു പ്രമുഖ ലൈബ്രറിയിൽ നിന്ന് ക്രേമർ എന്നൊരു ക്രിസ്തീയ പണ്ഡിതനും ഈ സുവിശേഷത്തിന്റെ, ബർണബാസ് സുവിശേഷത്തിന്റെ മറ്റൊരു പ്രതി കോപ്പി ലഭിച്ചിരുന്നു. മാത്രമല്ല, ഇസ്ലാമിന് മുമ്പും ഈ ബൈബിൾ അറിയപ്പെട്ടിരുന്നതിന് തെളിവുണ്ട്. ബർണബാസ് ബൈബിൾ അറിയപ്പെട്ടിരുന്നതിന് തെളിവുണ്ട് ഇസ്ലാമിന് മുമ്പ്. ഷേഖ് സഈദ് ഹവ്വ എഴുതുന്നുണ്ട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനത്തിന് ഏകദേശം ഒരു നൂറ്റാണ്ട് മുമ്പ് 492 മാർപ്പാപ്പയുടെ സിംഹാസനത്തിൽ ഇരുന്നിരുന്ന പോപ്പ് ഗ്ലാഷ്യസ് 1 ചെയ്ത ഒരു വിളംബരത്തെ കുറിച്ച് ചരിത്രത്തിലുണ്ട്. എന്താണ്? ചില നിശ്ചിത ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുന്നത് വിലക്കിക്കൊണ്ടാണ് ആ വിജ്ഞാപനം ഉണ്ടായത്. ആ കൂട്ടത്തിൽ, ആ നിശ്ചിത ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ബർണബാസിന്റെ സുവിശേഷം ഉണ്ടായിരുന്നത്രേ. അപ്പോ ഇസ്ലാമിന് മുമ്പ് തന്നെ ഈ ഒരു സുവിശേഷം നിലവിലുണ്ടായിരുന്നു എന്ന് ചരിത്രപരമായി മനസ്സിലാക്കാൻ കഴിയുന്ന വസ്തുതയാണ്. ഒരു ക്രിസ്തീയ പണ്ഡിതനും ഗ്രന്ഥകാരനുമായ ഡോക്ടർ ഖലീൽ സആദയും ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ബർണബാസ് ബൈബിളിനെ കുറിച്ച്. മറ്റൊരു പ്രധാന ചരിത്രകാരൻ എഴുതുന്നുണ്ട്, 5-ാം നൂറ്റാണ്ട്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമനത്തിന് മുമ്പ് വരെ ഈ ഇഞ്ചീൽ നിലവിലുണ്ടായിരുന്നു, ബർണബാസിന്റെ ഇഞ്ചീൽ നിലവിലുണ്ടായിരുന്നു. ഇതേ നൂറ്റാണ്ടിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മാർപ്പാപ്പ ഗ്ലാഷ്യസിന്റെ കാലം വരെ, പറഞ്ഞാൽ ക്രിസ്തബ്ദം 492 മുതൽ 496 വരെയാണ് അദ്ദേഹം മാർപ്പാപ്പയായത്. അതുവരെ ക്രിസ്ത്യാനികൾക്കിടയിൽ ഇത് ഉപയോഗപ്പെടുകയും പ്രചാരത്തിലുണ്ടാവുകയും ചെയ്തിരുന്നു. അങ്ങനെ ഈ ഗ്ലാഷ്യസ് 1 വന്നപ്പോഴാണ് തനിക്ക് നന്നല്ല, തന്നോട് യോജിക്കുന്നില്ല എന്ന് തോന്നിയ പല സുവിശേഷങ്ങളോടൊപ്പം ബർണബാസ് സുവിശേഷവും പിന്നെ പാരായണം ചെയ്യുന്നത് നിഷിദ്ധമാക്കി ഉത്തരവിറക്കുന്നത്. ഞാനും ചൊല്ലാൻ പാടില്ല, വായിക്കാൻ പാടില്ല എന്ന് നിയമമിറക്കി. നമ്മുടെ മലയാളത്തിലും ഇത് സംബന്ധമായി ഒരുപാട് ഗ്രന്ഥരചനകൾ നടന്നിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ് കൂടിയായ വന്യരായ ഡോക്ടർ ബഹാഉദ്ദീൻ കുരിയാടി നദവി ഉസ്താദ് അവറുകൾ ഈ ബർണബാസ് സുവിശേഷങ്ങളെ സംബന്ധിച്ച് ഗ്രന്ഥരചന നടത്തിയിട്ടുണ്ട്. ബർണബാസ് ബൈബിളും കുരിശാരോഹണവും എന്നാണ് അതിന്റെ പേര്.
ബർണബാസ് ബൈബിളും കുരിശാരോഹണവും. മലയാളത്തിലാണ്. കൂടുതൽ വിവരങ്ങൾ താല്പര്യമുള്ള ആളുകൾ അത് റഫർ ചെയ്യണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. ചുരുക്കത്തിൽ ഈ ബൈബിളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച സ്പഷ്ടമായ പ്രസ്താവനകളുണ്ടത്രേ ബർണബാസ് ബൈബിളിൽ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ബലിയർപ്പിക്കാൻ ഒരുങ്ങിയത് ഇസ്മായിൽ നബിയെ അല്ല ഇസ്ഹാഖ് നബിയെയാണ് എന്ന് വേദക്കാർ ഇന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇതും ഇവരുടെ സ്വന്തം സൃഷ്ടിയാണ്. ബർണബാസ് ബൈബിൾ പറയുന്നത് എന്താ? ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ തന്നെയാണ് ബലി കൊടുക്കാൻ തീരുമാനിച്ചത് എന്നാണ്. ഇന്ന് പൊതുവെ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് ഇസ്ഹാഖ് നബിയെയാണ് ബലി കൊടുക്കാൻ ഒരുങ്ങിയത് എന്നാണ്. തെറ്റാണ്. അങ്ങനെ അല്ല എന്ന് ബർണബാസ് ബൈബിളിലുണ്ട്. ഇസ്മായിൽ നബിയെ തന്നെയാണ് എന്ന് ബർണബാസ് ബൈബിളിലുണ്ട് അലൈഹിസ്സലാം. അതേപോലെ തന്നെ ത്രിയേകത്വ സിദ്ധാന്തം, കുരിശിലേറ്റപ്പെട്ട സംഭവം തുടങ്ങിയ പല ക്രിസ്ത്യാനികളുടെ വിശ്വാസത്തെയും ബർണബാസ് ബൈബിൾ സത്യസന്ധമായി തുറന്നു കാണിക്കുന്നുണ്ട്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഉസ്താദിന്റെ ആ ഗ്രന്ഥമൊക്കെ വിശകലനം ചെയ്യുന്നത്. ആട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അടുത്ത വിശേഷണം എന്താ? അഞ്ചാമത്തെ വിശേഷണം യഅ്മുറുഹും ബിൽ മഅറൂഫ് വയൻഹാഹും അനിൽ മുൻകർ. നന്മ കൊണ്ട് കൽപ്പിക്കുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. യഅ്മുറുഹും അവരോട് കൽപ്പിക്കും, ബിൽ മഅറൂഫ് നന്മ കൊണ്ട്, വയൻഹാഹും അവരെ വിരോധിക്കും, അനിൽ മുൻകരി തിന്മ ചെയ്യരുതെന്ന് പറഞ്ഞു. വിശ്വാസപരമായും കർമ്മപരമായും അള്ളാഹു കൽപ്പിച്ചതെല്ലാം നല്ലതാണ്. നല്ലതൊന്നും തന്നെ തന്റെ അടിമകൾക്ക് അള്ളാഹു നിഷേധിക്കുകയില്ല. അതേപോലെ തന്നെ തന്റെ അടിമകൾ തിന്മകൾ ചെയ്ത നാശത്തിൽ പെട്ടുപോകുന്നതും അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് നന്മകൾ കൽപ്പിക്കാനും തിന്മകൾ നിരോധിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവൻ നിയോഗിച്ചു. സദാചാര വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനം തൗഹീദ് തന്നെയാണ്, ഏകദൈവ വിശ്വാസം. അതിലേറ്റവും കടുത്ത തെറ്റ് തിന്മ ശിർക്കാണ്, ബഹുദൈവ വിശ്വാസം. ഈ രണ്ടെണ്ണം മുതൽ ഒരുപാട് കാര്യങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഉപദേശിച്ചിട്ടുണ്ട്. എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഭക്ഷണം കഴിക്കുന്നത് മുതൽ, ഭക്ഷണം കഴിക്കുന്നത് വലത് കൈ കൊണ്ടാവണം, ബിസ്മി ചൊല്ലണം. ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ മനോഹരം ചെയ്യുന്നത്, ശൗചം ചെയ്യുന്നത് ഇടത് കൈ കൊണ്ടായിരിക്കണം. അതിന്റെ മര്യാദകൾ, വെള്ളം കുടിക്കുന്നതിന്റെ മര്യാദകൾ, ഇങ്ങനെ തുടങ്ങി ജീവിതത്തിന്റെ നിഖില മേഖലകളിലും ചെറുതും വലുതുമായ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മത്തിനെ ഉപദേശിച്ചിട്ടുണ്ട്. ഞെട്ടിപ്പരത്തി പറയാൻ സമയമില്ലല്ലോ. അടുത്ത വിശേഷണം നോക്കാം. വയുഹല്ലുഹും അത്വയ്യിബാതി വയുഹർരിമു അലൈഹിമുൽ ഖബായിസ്. വയുഹല്ലുഹും ആ പ്രവാചകൻ അവർക്ക് അനുവദിച്ചു കൊടുക്കും, അത്വയ്യിബാത്ത് നല്ല സംഗതികൾ, നല്ലതെല്ലാം അനുവദിക്കും. വയുഹർരിമു നിഷിദ്ധമാക്കുകയും ചെയ്യും, അലൈഹിം അവരുടെ മേൽ, അൽ ഖബായിസ് മോശമായത്, ചീത്തൊക്കെ ഹറാമാണ്. നല്ല ഭക്ഷണം, നല്ല വസ്ത്രം, നല്ല സമ്പത്ത്, ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചു കൊടുക്കും. ചില ഭക്ഷണ സാധനങ്ങൾ ഇസ്രായേലിയർക്ക് അള്ളാഹു നിഷിദ്ധമാക്കിയ വിവരം നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അത് അവരുടെ കയ്യിലിരിപ്പ് കാരണമാണ്. ഒട്ടകത്തിന്റെ മാംസം, അതേപോലെ കൊഴുപ്പ്, അല്ലേ? നമ്മൾ തൊട്ട് മുമ്പ് നമ്മളെ പഠിച്ചിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതെല്ലാം അനുവദിച്ചു കൊടുത്തു. അത് നല്ല സാധനങ്ങളാണ്, ത്വയ്യിബാത്താണ്. യഹൂദികൾക്ക് നിഷിദ്ധമാക്കിയത് അവരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. അതുപോലെ തന്നെ ബഹുദൈവ വിശ്വാസികൾ ബഹീറ, സായിബ തുടങ്ങിയ പേര് പറഞ്ഞ് ഒഴിഞ്ഞിട്ടിരുന്ന ഒട്ടകങ്ങളും മാംസവും അതൊന്നും അവർ ഭക്ഷിച്ചിരുന്നില്ല. ബിംബങ്ങൾക്ക് വഴിപാട് നേർന്നതാണ് അതൊക്കെ. അത്തരം മൃഗങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച്, അല്ലേ? മുമ്പ് അത്തരം മൃഗങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുവദിച്ചു കൊടുത്തു. അതൊക്കെ നിഷിദ്ധമാണ്, തിന്നാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് അവർ വെറുതെ നുണ പറഞ്ഞുണ്ടാക്കുകയാണ്, അള്ളാഹു പറഞ്ഞതല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തു. ഒൻപതാമത്തെ വിശേഷണം എന്താ? വയളഉ അൻഹും ഇസ്റഹും വൽഅഗ്ലാൽ അല്ലതി കാനത് അലൈഹിം. ആ പ്രവാചകൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. എന്താണത്? വയളഉ അൻഹും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറക്കി വെക്കും, അവരിൽ നിന്ന് ഇറക്കി വെക്കും, ഇസ്റഹും അവരുടെ ഭാരങ്ങൾ, വൽഅഗ്ലാൽ അല്ലതി കാനത് അലൈഹിം അവർക്ക് മീതെ ഉണ്ടായിരുന്ന, അവരെ വരിഞ്ഞു മുറുക്കിയിരുന്ന ചങ്ങലകളും അഴിച്ചു വെക്കും. ചങ്ങലകളും ഭാരവും ഇറക്കി വെച്ച് ഒഴിവാക്കി കൊടുക്കും എന്ന് പറഞ്ഞാൽ മതപരമായ നിയമങ്ങളിൽ ഉണ്ടായിരുന്ന പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒഴിവാക്കി കൊടുക്കും. അവർക്ക്, ജൂതന്മാർക്ക്, വേദക്കാർക്ക് പല നിയമങ്ങളും കർശനമായിരുന്നു എന്നാണ്. അത്തരം കർശനമായ നിയമങ്ങളിലുണ്ടായിരുന്ന ആ കാർക്കശ്യം അത് ലഘൂകരിച്ചു. ഇതുപോലെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീഅത്ത് എളുപ്പമാണ്, അവരുടെ ശരീഅത്ത് പ്രയാസകരമായിരുന്നു എന്നാണ്. പല നിയമങ്ങളും പ്രയാസകരമായിരുന്നു. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് പശുക്കുട്ടി ആരാധിച്ച സമയം അല്ലെ, ഒരു കാളക്കുട്ടി ആരാധിച്ചത് വിഷയം പറഞ്ഞിട്ടില്ല നമ്മൾ. ആ കാളക്കുട്ടിയെ ആരാധിച്ചതിന് പശ്ചാത്താപമായി ആ കുറ്റം ചെയ്ത ആളുകളെ കൊല ചെയ്യണം എന്നതാണ് അല്ലാഹു നിശ്ചയിച്ചത്. ഒരു ഉദാഹരണം, ആ ശരീഅത്തിൽ അവരുടെ തൗബ അന്ന് അല്ലാഹു പറഞ്ഞത് അവർ കൊല്ലണം എന്നാണ്. അതുപോലെ തന്നെ കൊലക്കുറ്റങ്ങളുടെ പ്രതികാര നടപടിയായി പകരം കൊല്ലൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരാളെ കൊന്നാൽ അയാളെ പകരം കൊല്ലുക, അതല്ലാതെ വേറൊരു ഓപ്ഷൻ അവിടെ ഇല്ല. പക്ഷെ നമ്മുടെ ശരീഅത്ത് അങ്ങനെയല്ല. നമ്മുടെ ശരീഅത്തിൽ മാപ്പ് ചെയ്ത് കൊടുക്കുന്നതടക്കം വേറെയും ഓപ്ഷനുകളുണ്ട്. അപ്പൊ ലഘൂകരിച്ചു എന്നർത്ഥം, ആ നിയമം ലഘൂകരിച്ചു. അതേപോലെ തന്നെ യുദ്ധങ്ങൾ ചെയ്തു കഴിഞ്ഞ് ശത്രുപക്ഷത്തു നിന്ന് ലഭിക്കുന്ന ഗനീമത്ത് സ്വത്തുക്കൾ അവർക്ക് ഉപയോഗിക്കാൻ അനുവാദമുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മുടെ ഉമ്മത്തിനത് ഉപയോഗിക്കാൻ പറ്റുമായിരുന്നു. അതേപോലെ ശനിയാഴ്ച ദിവസം, ശബ്ബത്തിന്റെ ദിവസം ജോലി ചെയ്യാൻ പാടില്ലായിരുന്നു അവർക്ക്. അന്ന് മുഴുവൻ ആരാധനാകർമ്മങ്ങളും ഇടപാടുകളും ആരാധനാകർമ്മങ്ങളിൽ മാത്രം മുഴുകിയിട്ട് ബിസിനസ്സോ കച്ചവടമൊക്കെ കർശനമായി നിരോധിച്ചിരുന്നു. ഇങ്ങനെ ഇത്തരം ഭാരങ്ങളിൽ നിന്നൊക്കെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നപ്പോൾ ഇളവ് ലഭിച്ചിട്ടുണ്ട്. അവിടുത്തെ ശരീഅത്ത് എളുപ്പമാണ്. ചുരുക്കി പറഞ്ഞാൽ വേദക്കാർക്കിടയിലുണ്ടായിരുന്ന നിയമക്രമങ്ങളെക്കാൾ, ശരീഅത്ത് നിയമങ്ങളെക്കാൾ എത്രയോ എളുപ്പവും സൗകര്യപ്രദവുമാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന ശരീഅത്ത് എന്നർത്ഥം. പരിശുദ്ധ ദീനിൽ അടിസ്ഥാനപരമായ ഒരു തത്വമാണത്. അള്ളാഹു പറയുന്നത് നോക്കൂ, യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര വലാ യുരീദു ബിക്കുമുൽ ഉസ്ര. സൂറത്തുൽ ബഖറ 185-ാമത്തെ. അള്ളാഹു നിങ്ങളെ കൊണ്ട് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്, പ്രയാസം റബ്ബ് ഉദ്ദേശിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നല്ലോ, യസ്സിറു വലാ തുഅസ്സിറു വബശ്ശിറു വലാ തുനഫിറു. യസ്സിറു, നിങ്ങൾ എളുപ്പമുണ്ടാക്കണേ, കാര്യങ്ങളൊക്കെ എളുപ്പത്തിലാക്കണേ. വലാ തുഅസ്സിറു, നിങ്ങൾ പ്രയാസം ഉണ്ടാക്കരുത്. വബശ്ശിറു, നിങ്ങൾ സന്തോഷിപ്പിക്കണം എല്ലാവരെയും. വലാ തുനഫിറു, നിങ്ങൾ വെറുപ്പിക്കരുത്. അതാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാഴ്ചപ്പാട്. അങ്ങനെ എളുപ്പമാണ്, ഒരു മനുഷ്യൻ ഇടങ്ങാറാക്കിയത് ബുദ്ധിമുട്ടിക്കുകയല്ല. ആകട്ടെ, ഇനി നമുക്ക് അടുത്ത ആയത്തിലേക്ക് കടക്കാം. 158-ാമത്തെ ആയത്തിൽ മൂസാ നബി അലൈഹി ഇസ്ലാമിനെയും ഇസ്രായേലിനെയും തൗറാത്തിനെയും സംബന്ധിച്ച് പറയുന്നതിനിടയിൽ തൗറാത്തിലും ഇഞ്ചീലിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് വന്ന ചില പരാമർശങ്ങളെ പറ്റിയാണ് 156-ൽ നമ്മൾ പഠിച്ചത്. 157-ൽ അതൊന്നുകൂടെ വിശദീകരിക്കുകയും ചെയ്തു. അതിനുശേഷം ആ പരാമർശങ്ങളും പ്രവചനങ്ങളും ഒക്കെ ഇതാ സാക്ഷാത്കൃതമായിരിക്കുന്നു എന്നൊരു പ്രഖ്യാപനമാണ് ഇനി നമ്മൾ പഠിക്കുന്ന 158-ാം ആയത്ത് എന്ന് പറയാം. ആകാശഭൂമികളുടെ എല്ലാം അധിപനും രക്ഷാകർത്താവുമായ അള്ളാഹു സകല മനുഷ്യർക്കുമായി അയച്ച ദൈവദൂതനാണ് ഈ അക്ഷരജ്ഞാനമില്ലാത്ത പ്രവാചകനായ ഞാൻ. അള്ളാഹുവിനും എല്ലാ പ്രവാചകന്മാർക്കും അവൻ നൽകിയ എല്ലാ വചനങ്ങളിലും വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങൾ സന്മാർഗികളാവണമെങ്കിൽ അള്ളാഹുവിലും എന്നിലും നിങ്ങൾ വിശ്വസിക്കണം, ഞാൻ കൊണ്ടുവന്ന മാർഗം നിങ്ങൾ പിന്തുടരുകയും ചെയ്യണം. ഇങ്ങനെയൊക്കെ ലോകത്തോട് മുഴുവൻ പ്രഖ്യാപനം നടത്താൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല കൽപ്പിക്കുകയാണ്. മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരെല്ലാം ചില പ്രത്യേക കാലഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ ചില പ്രത്യേക സമുദായത്തിലേക്ക് മാത്രമാണ് നിയോഗിക്കപ്പെട്ടത്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയല്ല, എല്ലാ സമുദായങ്ങളിലേക്കും എല്ലാ കാലത്തേക്കും നിയോഗിക്കപ്പെട്ട പ്രവാചകരാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതും കൂടെ പ്രഖ്യാപിക്കാൻ വേണ്ടി തിരുനബിയോട് അല്ലാഹു തആല കൽപ്പിക്കുകയാണ്. എന്താണ്? ആയത്ത് പഠിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ യാ അയ്യുഹൻ നാസു ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ അല്ലദീ ലഹു മുൽക്കുസ് സമാവാതി വൽ അർദ് ലാ ഇലാഹ ഇല്ലാ ഹു യുഹ്യി വയുമീത് ഫആമിനു ബില്ലാഹി വറസൂലിഹിൻ നബിയിൽ ഉമ്മി അല്ലദീ യുഅ്മിനു ബില്ലാഹി വകലിമാതിഹി വത്തബിഊഹു ലഅല്ലകും തഹ്തദൂൻ. ഖുൽ നബിയെ അങ്ങ് പ്രഖ്യാപിക്കണം, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ. ഒരു വിഭാഗത്തെയല്ല, സർവ്വജനങ്ങളെയും അഭിസംബോധന ചെയ്ത് പ്രഖ്യാപിക്കാൻ പറയുന്നു. എന്ത്? ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ, നിശ്ചയമായും ഞാൻ നിങ്ങൾ സർവ്വരിലേക്കുമുള്ള അള്ളാഹുവിന്റെ ദൂതനാണ്. ജമീഅൻ, എല്ലാവരിലേക്കുമുള്ള ദൂതനാണ്. എങ്ങനെയുള്ള അള്ളാഹുവാണ്? അല്ലദീ ലഹു, അവനാണല്ലോ മുൽക്കുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ ആധിപത്യം. അപ്പൊ ആകാശഭൂമികളുടെ ആധിപത്യം കയ്യിലുള്ള അള്ളാഹുവിന്റെ ദൂതനാണ് ഞാൻ. നിങ്ങളുടെ എല്ലാവരിലേക്കും അടുത്തേക്കും അയക്കപ്പെട്ട ദൂതനാണ് ഞാൻ.
ലാ ഇലാഹ ഇല്ലാഹു, ആ അല്ലാഹു അല്ലാതെ ഒരു ആരാധ്യനില്ല. യുഹീ, അവൻ ജീവിപ്പിക്കുന്നവനാണ്. വയുമീതു, അവൻ മരിപ്പിക്കുന്നവനുമാണ്. അതുകൊണ്ട് ഫആമിനൂ ബില്ലാഹി വറസൂലിഹി, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കണേ. വറസൂലിഹി, അല്ലാഹുവിന്റെ റസൂലിൽ വിശ്വസിക്കണേ. അന്നബി, നബിയായ, അൽ ഉമ്മി, നിരക്ഷരരായ, അക്ഷരജ്ഞാനമില്ലാത്ത ആ പ്രവാചകരിൽ നിങ്ങളും വിശ്വസിക്കണം. എന്താണ് ആ പ്രവാചകന്റെ വിശേഷണങ്ങൾ? അല്ലദീ യുഅ്മിനു ബില്ലാഹ്, ആ പ്രവാചകൻ അല്ലാഹുവിൽ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ അല്ലാഹുവിൽ വിശ്വസിക്കുന്ന ആ പ്രവാചകൻ നിങ്ങൾ വിശ്വസിക്കണം. പിന്നെന്തിനു വിശ്വസിക്കുന്നു? വകലിമാത്തിഹി, അല്ലാഹുവിന്റെ വചനങ്ങളിലും ആ പ്രവാചകൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ അല്ലാഹുവിന്റെ കലിമാത്തുകളിലും അല്ലാഹുവിൽ വിശ്വസിക്കുന്ന ആ പ്രവാചകനിൽ നിങ്ങളും വിശ്വസിക്കണം. വത്തബിഊഹു, ആ പ്രവാചകൻ നിങ്ങൾ അനുധാവനം ചെയ്യണം, പിൻപറ്റണം. ലഅല്ലക്കും തഹ്തദൂൻ, നിങ്ങൾ സന്മാർഗം പ്രാപിക്കാൻ വേണ്ടി. അങ്ങനെ നിങ്ങൾ പിൻപറ്റിയാൽ നിങ്ങൾ സന്മാർഗപ്രാപ്തരായേക്കാം. അന്ത്യപ്രവാചകരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു തരത്തിലുള്ള പക്ഷപാതിത്വവും കാണിക്കാത്ത ആളാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ വേദങ്ങളിലും വിശ്വസിക്കുന്നു. അതാണ് അല്ലദീ യുഅ്മിനു ബില്ലാഹി വകലിമാത്തിഹി, അല്ലാഹുവിന്റെ കലിമാത്തിൽ എല്ലാറ്റിലും, തൗറാത്തും ഇഞ്ചിലും വിശ്വസിക്കേണ്ട ആളാണ്. അക്ഷരജ്ഞാനമില്ലാത്ത ആളായിരിക്കുന്നത് കൊണ്ട് താൻ പ്രബോധനം ചെയ്യുന്ന കാര്യങ്ങൾ മറ്റു ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടൊന്നുമല്ല എന്നത് മനസ്സിലാക്കാം. അതുപോലെ തന്നെ പ്രത്യേകമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചകത്വത്തെ പറ്റ നിഷേധിക്കാതെ അവിടുന്ന് അറബികളിലേക്ക് മാത്രം നിയോഗിക്കപ്പെട്ട റസൂലാണ് എന്നും വേദക്കാരിലേക്ക് തിരുമേനി റസൂലായി നിയോഗിക്കപ്പെട്ടിട്ടില്ല എന്നും ചില ക്രിസ്തീയ പാതിരിമാർ പറയാറുണ്ട്. അങ്ങനെ പറഞ്ഞു സമർത്ഥിക്കാൻ വിഫലശ്രമം നടത്താറുണ്ട്. ചില ഖുർആൻ ആയത്തുകളുടെ ചില ഭാഗങ്ങൾ മാത്രം എടുത്തുദ്ധരിച്ച് ദുർവ്യാഖ്യാനം ചെയ്യുകയാണ് അവർ ചെയ്യുക. അത് തെറ്റാണ്. അതുപോലെ തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശരീഅത്ത് നിയമങ്ങളിൽ പലതും അക്കാലത്തെയും അന്നത്തെ ജനങ്ങളെയും മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്. ഇന്നത്തെ ഈ മോഡേൺ യുഗത്തിന്, ഡെവലപ്ഡായ ഈ കാലഘട്ടത്തിന് യോജിച്ചതല്ല, അതുകൊണ്ട് അത് മാറ്റണമെന്നൊക്കെ മുസ്ലിം പേരുള്ള പല ആളുകളും ഇന്നും പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. സത്യത്തിൽ ഇതെല്ലാം അവരുടെ വെറും ജൽപ്പനങ്ങൾ മാത്രമാണ്. അള്ളാഹുവിന്റെയും റസൂലിന്റെയും പേരിൽ വെറുതെ കള്ളപ്രചാരണം നടത്തുകയാണ്, മറ്റെന്തൊക്കെയോ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയാണ് അവർ ചെയ്യുന്നത്. ഇത്തരം ആയത്തുകൾ പഠിക്കുമ്പോൾ നമുക്ക് ആ കാര്യങ്ങൾ വ്യക്തമാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരിലേക്കും അയക്കപ്പെട്ട പ്രവാചകനാണ്, ഒരു വിഭാഗത്തേക്ക് മാത്രമല്ല. എല്ലാ ഗ്രന്ഥങ്ങളും അംഗീകരിക്കുന്ന ആളാണ്. ആ ശരീഅത്ത് എന്നും കാലിക പ്രസക്തമാണ്, അന്നും ഇന്നും ശരീഅത്ത് കാലിക പ്രസക്തം തന്നെയാണ്. ഇതൊക്കെ മനസ്സിലാക്കി തരുന്ന ഒരുപാട് ഹദീസുകളും നമുക്ക് കാണാൻ കഴിയും. എല്ലാവരിലേക്കും അയക്കപ്പെട്ട റസൂലാണെന്ന് മനസ്സിലാക്കി തരുന്ന ഹദീസ് ആകട്ടെ. ഇനി നമ്മൾ 159-ാമത്തെ ആയത്തിലേക്ക് കടക്കുന്നു. ഇതുവരെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ചില ആയത്തുകളിലെ പൊതുവായ ചില പരാമർശങ്ങൾ കാണുമ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ സമുദായം മൊത്തം എല്ലാവരും പിഴച്ച ആളുകളാണ്, നല്ലവരായി ആരും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ ചിലപ്പോൾ തോന്നാൻ സാധ്യതയുണ്ട്. ആ തോന്നൽ ശരിയല്ല എന്ന് ഇടയ്ക്ക് വെച്ച് ഇനി പറയുന്ന ആയത്തിലൂടെ അല്ലാഹു തആല മനസ്സിലാക്കി തരികയാണ്. സത്യസന്ധമായ ആളുകൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന, ന്യായവും നീതിയും അനുസരിച്ച് പ്രവർത്തിച്ചു വരുന്ന പല ആളുകളും ആ സമുദായത്തിലുണ്ട്, ജൂതന്മാരുണ്ട്. അതുകൊണ്ടാണ് യഹൂദികളിൽ നിന്ന് ചില വ്യക്തികൾ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു പോലെയുള്ള ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിച്ചത്. അപ്പൊ കുറച്ച് നല്ല ആൾക്കാർ അവരുടെ കൂട്ടത്തിലുണ്ട്, നീതിപൂർവ്വം പെരുമാറുന്ന ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നതിന് ശേഷം അവിടത്തെ കുറിച്ച് അറിഞ്ഞിട്ട് പിന്നെയും വിശ്വസിക്കാൻ തയ്യാറില്ലാത്ത ആളുകൾ ഈ നല്ല ആൾക്കാരുടെ കൂട്ടത്തിൽ പെടുകയില്ല എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുകയും വേണം. എന്താണ് ആയത്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമിൻ ഖൗമി മൂസാ ഉമ്മത്തുൻ യഹ്ദൂന ബിൽ ഹഖ് വബിഹി യഅദിലൂൻ. മിൻ ഖൗമി മൂസാ, മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ സമുദായത്തിലുണ്ട് ഉമ്മത്തുൻ, ചില ആളുകളുണ്ട്, ഒരു വിഭാഗമുണ്ട്, യഹ്ദൂന ബിൽ ഹഖ്, സന്മാർഗദർശനം ചെയ്യുന്ന ആളുകളുണ്ട്, സന്മാർഗത്തിലേക്ക് ആളുകളെ നയിക്കുന്നതിന് സന്മാർഗപ്രാപ്തരായ ആളുകളുണ്ട്, സത്യസമേതം സന്മാർഗദർശനം ചെയ്യുന്ന ആളുകളുണ്ട്. വബിഹി യഅദിലൂൻ, അതനുസരിച്ച് നീതി പാലിക്കുകയും ചെയ്യുന്ന ആളുകൾ ഒരു വിഭാഗം മൂസാ നബിയുടെ ഖൗമിലുണ്ട്. യഹ്ദൂന ബിൽ ഹഖ്, സത്യസമേതം ഒരു സന്മാർഗദർശനം നടത്തുന്നു, സന്മാർഗദർശനം ചെയ്യുന്നു. വബിഹി, ആ സത്യം കൊണ്ട്, യഅദിലൂൻ, നീതി പാലിക്കുകയും ചെയ്യുന്നു, ആ സത്യമനുസരിച്ച് നീതി പാലിച്ച് ജീവിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു വിഭാഗം, ഒരു ഉമ്മത്ത്, ഒരു വിഭാഗം എന്നർത്ഥം മൂസാ നബിയുടെ ഖൗമിലുണ്ട്.
മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ അനുയായികളിൽപ്പെട്ട പ്രമുഖരായ കുറെ ആളുകൾ ചെയ്ത മഹാ തെറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അതാണ് പ്രത്യക്ഷമായി കാണണമെന്ന് പറഞ്ഞത്. ഇസ്രായേലർ ഒന്നടങ്കം അതേപോലെ കാളക്കുട്ടിയെ ആരാധിച്ച് ശിർക്ക് ചെയ്തിരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ മൊത്തം മോശക്കാരാണെന്ന് കരുതണ്ട. സത്യസന്ധരായ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ വേറെ കൂട്ടത്തിലുണ്ട്. പശുക്കൂട്ടിയെ ആരാധിക്കുക, അള്ളാഹുവിനെ പരസ്യമായി കാണണമെന്ന് ശഠിക്കുക, ഈ വലിയ തെറ്റുകൾ ചെയ്ത ആളുകൾ ഇസ്രായേൽ എന്ന് പറഞ്ഞപ്പോ അവരിൽ നല്ല ദൃഢവിശ്വാസമുള്ള ആളുകളും ജനങ്ങൾക്ക് സന്മാർഗദർശനം ചെയ്യുന്ന ആളുകൾക്കുണ്ട് എന്ന് അള്ളാഹു പ്രത്യേകം മനസ്സിലാക്കി തരാം. അഭിശപ്തരും ധിക്കാരികളും നിന്ദരും നിസ്സാരരുമൊക്കെ ഇസ്രായേൽ എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഈ ഒരു യാഥാർത്ഥ്യം ഖുർആൻ പ്രഖ്യാപിക്കുകയാണ്. ഒരു ജനത എന്നുള്ള നിലക്ക് ഒരു അടച്ചാക്ഷേപിക്കുന്ന പരിപാടി, അതിനൊരു വിദ്വേഷം പരിശുദ്ധ ഖുർആനിന് ഇല്ല എന്ന് ഈ ആയത്തിൽ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണല്ലോ അങ്ങനൊക്കെ അവരെ കുറിച്ച് പറഞ്ഞിട്ടും എന്നാലും നല്ല ആൾക്കാർ അവർ കൂട്ടത്തിലും കിട്ടോ എന്ന് പറഞ്ഞു. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങൾ പഠിച്ചതും പറഞ്ഞതും സ്വാലിഹായ അമലായി സ്വീകരിക്കണം തമ്പുരാനെ. അല്ലാഹുവേ, ഇതൊക്കെ ആഖിറത്തിലേക്ക് വരവ് വെക്കുന്ന നല്ല അമലുകളായി മാറ്റിത്തരണം തമ്പുരാൻ. ഞങ്ങൾ ഉസ്താദുമാർ, ദുആ കൊണ്ട് കടപ്പെട്ട ആളുകൾ, മാതാപിതാക്കൾ എല്ലാവർക്കും പുറത്തു കൊടുക്കണം തമ്പുരാൻ. ഞങ്ങൾക്കും പുറത്തു തരണം അല്ലാഹ്. ഞങ്ങളെ തെറ്റുകുറ്റങ്ങൾ മാപ്പാക്കാൻ റഹ്മാൻ. ഞങ്ങളെ ആഖിറത്ത് നന്നാക്കണേ അല്ലാഹ്. ദീനും ദുനിയാവും ആഖിറത്ത് രക്ഷപ്പെടുത്തി തരണേ തമ്പുരാൻ. ആഫിയത്ത് നടത്തണേ അല്ലാഹ്. രോഗികളായ ആളുകൾ ശിഫ നൽകണേ തമ്പുരാൻ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരാണ്. എല്ലാവർക്കും ഖൈറും സലാമത്തും സന്തോഷം നൽകണേ തമ്പുരാനെ. എല്ലാ ആപത്തും മുസീബത്തും എല്ലാവരും കാത്തുരക്ഷിക്കണം റഹ്മാനെ. നിന്റെ ദീനിന്, നിന്റെ ഇൽമിന് ഇഖ്ലാസോടുകൂടെ ഖിദ്മത്ത് ചെയ്യാൻ അവസരം നൽകണേ തമ്പുരാനെ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلق سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. എല്ലാവരും ദുആ ചെയ്യണം. സുബ്ഹാനല്ലാഹി വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.